അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ 92ാമത്തെ പേജാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഹാവിൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദ മീൻസ് ഓഫ് മൂവ്മെൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങളിലെ ഉള്ള ചലനത്തിനെക്കുറിച്ച് ചലനോപാധികളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങളിലെ ചലനം ഹാവിൻറ്റ് യു നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് മനസ്സിലായില്ലേ? മീൻസ് ഓഫ് മൂവ്മെൻറ്റ് ചലന ഉപാധികൾ ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസം വ്യത്യസ്തമായ ജീവജാലങ്ങളിൽ. ഓക്കെ, ഹൗ ഡസ് മൂവ്മെൻറ്റ് ഒക്വർ ഇൻ ഹ്യൂമൻസ്? എങ്ങനെയാണ് മൂവ്മെൻറ്റ്സ് ചലനം ഒക്വർ സംഭവിക്കുന്നത് ഇൻ ഹ്യൂമൻസ്, അതായത് മനുഷ്യരിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്രകാരമാണ് ചലനങ്ങൾ സംഭവിക്കുന്നത്? ഓക്കെ, വാട്ട് ആർ ദ മീൻസ് ഇൻവോൾവ്ഡ്? ഏതെല്ലാം മാർഗങ്ങളാണ് അല്ലെങ്കിൽ ഏതെല്ലാം ഉപാധികളാണ്? മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർഗങ്ങൾ അല്ലെങ്കിൽ ഉപാധികൾ. അതിനുള്ള ഉപാധികൾ ഏതെല്ലാമാണ് അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ ഏതെല്ലാമാണ്? ഡിസ്കസ് നമ്മളോട് പറയുകയാണ്. ഡിസ്കസ് ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡിസ്കസ്, കളക്ട് മോർ ഇൻഫർമേഷൻ, കൂടുതൽ അറിവുകളും ആൻഡ് കംപ്ലീറ്റ് ഇലിസ്ട്രേഷൻ, താഴെ ചെന്നിരിക്കുന്ന ചിത്രീകരണം നമ്മളോട് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലിസ്ട്രേഷൻ 4.4 മൂവ്മെൻറ്റ് ആൻഡ് മീൻസ് ഓഫ് മൂവ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ബീയിങ്. അതായത് ഏതാണ് ഇലിസ്ട്രേഷൻ? ഏതാണ്? ചലനങ്ങളും മനുഷ്യനിലെ ചലനങ്ങളും ചലനോപാധികളും എന്നുള്ള പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പോകുന്നത്. ആ ചിത്രമാണ് ചിത്രീകരണം 4.4. ഓക്കെ, നമുക്ക് ഒന്നാമത്തേക്ക് നോക്കാം. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കോശദ്രവ്യ ചലനങ്ങൾ. ഈ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്താണ് ചെയ്യുന്നത്? ഹെൽപ്പ് ടു ഡിസ്ട്രിബ്യൂട്ട് സബ്സ്റ്റൻസസ് ത്രൂ ഔട്ട് ദ സൈറ്റോപ്ലാസം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പദാർത്ഥങ്ങളെ കോശദ്രവ്യത്തിലൂടെ, സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ കോശദ്രവ്യങ്ങളാണല്ലോ, കോശദ്രവ്യത്തിലുടനീളം വിതരണം ചെയ്യുവാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ എന്താണ് സൈറ്റോപ്ലാസ്മിക് ചലനം എന്ന് പറയുന്നത്? കോശത്തിനകത്ത് നടക്കുന്ന ഒരു ചലനമാണ്. അതെന്തിനാണ് സഹായിക്കുന്നത്? ദാറ്റ് ഹെൽപ്സ് ദ സബ്സ്റ്റൻസ് ടു ബി ഡിസ്ട്രിബ്യൂട്ട്. ഓക്കെ, എവിടെയാണ്? കോശദ്രവ്യത്തിനകത്തുകൂടെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ട്, പദാർത്ഥങ്ങളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ വിതരണം ചെയ്യുവാനായിട്ട് സഹായിക്കുന്നു. പദാർത്ഥങ്ങളെ കോശദ്രവ്യത്തിലുടനീളം വിതരണം ചെയ്യുവാൻ സഹായിക്കുന്നതിനെയാണ് നാം എന്തെന്ന് പറയുന്നത്? സൈറ്റോപ്ലാസ്മിക് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലായി എന്ന് തോന്നുന്നു. ഹെൽപ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് സബ്സ്റ്റൻസ് ത്രൂ ഔട്ട് ദ സൈറ്റോപ്ലാസം, കോശദ്രവ്യത്തിനകത്ത് പദാർത്ഥങ്ങളെ വിതരണം ചെയ്യുവാനായിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ്? സ്യൂഡോപോഡിയൽ ചലനം അല്ലെങ്കിൽ സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്. സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്യൂഡോപോഡിയ ഇൻ ദ വൈറ്റ് ബ്ലഡ് സെൽ ഹെൽപ്പ് ഇൻ ലോക്കമേഷൻ ആൻഡ് ഡിഫെൻസ്. സ്യൂഡോപോഡിയ എന്ന് പറയുന്നത് വൈറ്റ് രക്താണുക്കൾ അല്ലെങ്കിൽ ശ്വേതരക്താണുക്കളിലെ കപടപാദങ്ങൾ സഞ്ചാരത്തിനും പ്രതിരോധത്തിനും സഹായിക്കുന്നു. അതായത് ശ്വേതരക്താണുക്കൾക്ക് എന്തുണ്ട്? സ്യൂഡോപോഡിയ എന്നോ അല്ലെങ്കിൽ കപടപാദങ്ങളുണ്ട്. അവ എന്ത് ചെയ്യുന്നു? ഈ രക്താണുക്കളുടെ സഞ്ചാരത്തിനും അവയുടെ പ്രതിരോധത്തിനും സഹായിക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിലുള്ള, ഒന്ന് സൈറ്റോപ്ലാസ്മിക് മൂവ്മെൻറ്റ്സ് ഉണ്ട്, അവിടെ എന്താണ്? കോശദ്രവ്യത്തിലൂടെ പദാർത്ഥങ്ങൾക്ക് സഞ്ചരിക്കുവാനായിട്ട് സഹായിക്കുന്നു. സ്യൂഡോപോഡിയയിൽ എന്താണ് ചെയ്യുന്നത്? ശ്വേതരക്താണുക്കളുടെ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കപടപാദങ്ങളാണ്. മൂന്നാമതായിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഏതാണ്? ഫ്ലജെല്ലാർ ചലനം അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? ഫ്ലജെല്ലാർ മൂവ്മെൻറ്റ്. എന്താണ് ഫ്ലജെല്ലാർ മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവോ? ഫ്ലജെല്ലാർ മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലജെല്ലം ഈസ് എ ലോങ് സ്ലെൻഡർ വിപ്പ് ലൈക്ക് സെല്ലുലർ സ്ട്രക്ചർ. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഈ ഫ്ലജെല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ആണ്, സ്ലെൻഡർ വിപ്പ് ലൈക്ക് സ്ട്രക്ചർ, ഒരു വിപ്പ് പോലെയുള്ള സ്ട്രക്ചറാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ജനറലി ഫോർ ലോക്കമേഷൻ. അതായത് ശരീരത്തിനകത്തുകൂടെ ചില പദാർത്ഥങ്ങൾക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് ഏത് പറയുന്നത്? ഫ്ലജെല്ലാർ മോഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ പ്രൊപ്പല്ലർ ആൻഡ് സ്പിൻ ആൻഡ് പുഷസ് ദ സെൽ ഫോർവേഡ്. ഇത് ഒരു പ്രൊപ്പല്ലർ പോലെയും അതുപോലെ തന്നെ ഒരു സ്പിന്ന് പോലെയും ആ കോശങ്ങളെ മുൻപോട്ട് തള്ളുന്നു. അലവിങ് വേർ ഇറ്റ് വാണ്ട്സ് ടു ഗോ. ഇത് സാധാരണ എങ്ങനെയാണ്? ഒരു ലിക്വിഡ് മാധ്യമത്തിലൂടെയാണ് പോകുന്നത്. ഫ്ലജെല്ലം ഈസ് എ
ഈസ് ആൻ അപ്പൻഡേജ് ലാർജർ ദാൻ എ സീലിയം ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഫോർ ലോക്കോമോഷൻ. അവ എന്താണ്? സീലിയത്തിനേക്കാളും വളരെ വലുതാണ്. ഓക്കെ, ഇൻ ഹ്യൂമൻ ബീയിങ്, മനുഷ്യരിൽ സ്പേംസ് ആർ ദ ഓൺലി ഫ്ലജലേറ്റഡ് സെൽസ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക, ഫ്ലജലേറ്റഡ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? സ്പേമുകളാണ്. നമുക്കറിയാം, ഒരു കൊത്തലുണ്ണി പോലെ തല അല്പമായിട്ട് വാല് പോലെ നീക്കുന്നുണ്ടല്ലോ, ആ വാല് പോലെ നിൽക്കുന്ന സാധനമുണ്ട് സ്പേമിൻ്റെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലജല്ലാർ മൂവ്മെൻറ്റ്, ഫ്ലജല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലജല്ലറിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്ന മൂവ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലജല്ലാർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ പാഠഭാഗം മനസ്സിലായി എന്ന് തോന്നുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ഏതാണ്? സീലിയറി മൂവ്മെൻറ്റ്. സീലിയറി മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സീലിയറി മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീലിയ ഇൻ ഹ്യൂമൻസ് മൂവ് റിതമിക്കലി. ദേ കോൺസ്റ്റൻ്റ്ലി റിമൂവ് വേസ്റ്റ് മെറ്റീരിയൽ സച്ച് ആസ് ഡസ്റ്റ്, മസ്ക് ആൻഡ് ബാക്ടീരിയ ത്രൂ ദ എയർവേസ്. അതായത് എയർവേസിനകത്തു കൂടെയുള്ള മൂവ്മെൻറ്റ്സ് ആണ്. അവ എന്താണ്? വേസ്റ്റിനെ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. അത് എന്താണ് ചെയ്യുന്നത്? ഫ്രം ലെൻസിൽ നിന്നും വായിൻ്റെ അടുത്തേക്കാണ് ഈ പദാർത്ഥങ്ങളെ അവ മാറ്റപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നത്. സീലിയറി മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് മസ്കുലർ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ പേശി ചലനം എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. പേശി ചലനം അല്ലെങ്കിൽ മസ്കുലർ മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ മസിൽസ് ഹെൽപ്പ് ഇൻ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ്. അതായത് നമ്മളുടെ ശരീരത്തിൽ പേശികളുടെ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലും വിവിധ തരത്തിലുള്ള ചലനങ്ങൾക്ക് നമ്മെ സഹായിക്കുന്നു. ഓക്കെ, അതാണ് നമ്മൾ മസ്കുലർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. മസ്കുലർ മൂവ്മെൻറ്റ്സ് നമുക്കറിയാം, ഹൃദയത്തിൻ്റെ ആ മസിലുകളാണെങ്കിൽ കോൺട്രാക്ഷനും പൂർവ്വസ്ഥിതി പ്രാപിക്കലും ഉണ്ടായിരിക്കുകയും ചുരുങ്ങുകയും വലുതായി പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മസ്കുലർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇലിസ്ട്രേഷൻ 4.4 മൂവ്മെൻറ്റ്സ് ആൻഡ് മീൻസ് ഓഫ് മൂവ്മെൻറ്റ്സ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതെല്ലാമാണ്? മനുഷ്യനിലെ ചലനവും ചലനോപാധികളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതെല്ലാമാണ് മനുഷ്യനിലുള്ള ചലനങ്ങൾ പ്രത്യേകമായിട്ടുള്ളത്? മനുഷ്യനിൽ നമുക്ക് 5 തരം ചലനങ്ങളാണ് പ്രത്യേകമായിട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 1 സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്, 2 സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ്, 3 ഫ്ലജല്ലർ മൂവ്മെൻറ്റ്സ്, 4 സീലിയറി മൂവ്മെൻറ്റ്സ്, 5 മസ്കുലർ മൂവ്മെൻറ്റ്സ്. ഇതെല്ലാം ഏതാണെന്നും ഞാനിപ്പോൾ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോവുക. ദ ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെൻറ്റ്സ് ആൻഡ് ലോക്കോമേഷൻ ഇൻ ഹ്യൂമൻ ഈസ് കോസ്ഡ് ബൈ ഫങ്ഷൻസ് ഓഫ് മസിൽസ്. അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെൻറ്റ്സ് എന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള അല്ലെങ്കിൽ വൈവിധ്യമാർന്നുള്ള ചലനങ്ങൾക്കും സഞ്ചാരത്തിനും മനുഷ്യനിൽ കാരണമായി തീരുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പേശികളുടെ പ്രവർത്തനമാണ്. അപ്പോൾ ഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈവിധ്യം, ഓഫ് മൂവ്മെൻറ്റ്സ് ചലനങ്ങൾ, ലോക്കോമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലനങ്ങൾ എന്നാണ്. ഇൻ ഹ്യൂമൻസ് മനുഷ്യനിൽ, കോസ്ഡ് കാരണമായി തീരുന്നത്, ബൈ ദ ഫങ്ഷൻ ഓഫ് അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്, മസിലുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് വൈവിധ്യമാർന്ന ചലനവും സഞ്ചാരവും മനുഷ്യനിൽ സംഭവിക്കുന്നത്. വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മസിൽസ് ഹെൽപ്പ് ഇൻ മൂവ്മെൻറ്റ്സ്. എന്നിട്ട് നമ്മളോട് ഒരു ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുകയാണ്, വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, ഏത് സ്വഭാവമാണ്, പേശികളുടെ ഏത് സ്വഭാവമാണ് അല്ലെങ്കിൽ ഏത് സവിശേഷമായ സ്വഭാവമാണ് അല്ലെങ്കിൽ സവിശേഷതയാണ് മനുഷ്യനെ ചലനത്തിന് സഹായിക്കുന്നത്? അപ്പം മനുഷ്യനെ ചലനത്തിന് സഹായിക്കുന്ന പേശികളുടെ സവിശേഷത ഏതാണ്? വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, വിച്ച് സ്വഭാവം, മസിലുകളുടെ പേശികളുടെ ഹെൽപ്സ് സഹായിക്കുന്നു, മൂവ്മെൻറ്റ്സ് ചലനത്തിന്. ഓക്കെ, അനലൈസ് ദ ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡഡ് ആൻഡ് ഫോം ഇൻഫ്ലുവൻസസ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിശകലനം ചെയ്യുവാനാണ് തന്നിരിക്കുന്നത്. ഏതിനു വേണ്ടിയിട്ട്? താഴെ തന്നിരിക്കുന്ന ഇതിനെ നമ്മളോട് വിശകലനം ചെയ്യാനാണ് തന്നിരിക്കുന്നത്. എന്താണ്? ഡിസ്ക്രിപ്ഷൻ, വിവരണത്തെ വിശകലനം ചെയ്ത് നമ്മളോട് ഇൻഫ്ലുവൻസസ് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് എന്താണ് ചെയ്തിരിക്കുന്നത്? വിവരണങ്ങൾ നിഗമനങ്ങളിൽ, ആ താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വിവരണങ്ങളെ വിശകലനം ചെയ്ത് അനലൈസ് ചെയ്ത് നിഗമനങ്ങളിൽ നമ്മളോട് ഇൻഫ്ലുവൻസിൽ അല്ലെങ്കിൽ നിഗമനങ്ങളിൽ എത്തിച്ചേരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട് അവിടെ തന്നിരിക്കുന്ന ഏതാണ്? മസിൽ ടിഷ്യൂ അല്ലെങ്കിൽ പേശി കല എന്ന് പറയുന്ന ഭാഗമാണ് തന്നിരിക്കുന്നത്. മസിൽസ് ആർ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ബോഡി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മസിൽസ് ആർ സ്പെഷ്യലൈസ്ഡ്
ടിഷ്യൂസ്, അതായത് മസിലുകൾ എന്ന് പറയുന്നത് ശരീരത്തിനകത്തുള്ള സവിശേഷ തരത്തിലുള്ള കലകളാണ്, സവിശേഷമായ കലകളാണ്. എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ സവിശേഷ കലകളാണ് മസിലുകൾ. ചലനത്തിന് കാരണമാകുന്നത് ഈ കലകളാണ്. ഈ തരത്തിലുള്ള ശരീരത്തിലെ വ്യത്യസ്ത തരത്തിലുള്ള കലകളാണ് എന്തിനു വേണ്ടിയിട്ട്? ചലനത്തിന് സഹായിക്കുന്നത്. മസിൽസ് ആർ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ്. മസിലുകൾ എന്ന് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള കലകളാണ്. വിച്ച് റെസ്പോൺസിബിൾ, അവയാണ് ഉത്തരവാദിത്വം എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ബോഡി, ശരീരത്തിൻ്റെ ചലനത്തിന് വേണ്ടി. ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് മസിൽസ് ഇൻ ദ ബോഡി, അതായത് മനുഷ്യ ശരീരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള കലകൾ ഉണ്ട് അല്ലെങ്കിൽ മസിലുകൾ ഉണ്ട്. ദീസ് ആർ ഫോംഡ് ഓഫ് മസിൽ സെൽസ്. അവ എന്തുകൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്? രൂപപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവ പേശി കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ മസിൽസ് എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? പേശി കോശങ്ങൾ കൊണ്ടാണ്. മസിൽ സെൽസ് കണ്ടെയ്ൻ ന്യൂക്ലിയസ് ആൻഡ് ഓൾമോസ്റ്റ് ഓൾ സെൽ ഓർഗാനാലെ. എന്താണ് കണ്ടിരിക്കുന്നത്? മസിൽ സെല്ല് എന്തെല്ലാമാണ് കണ്ടെയ്നിരിക്കുന്നത് അല്ലെങ്കിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്? പേശി കോശങ്ങളിൽ മർമ്മവും മിക്ക കോശാംശങ്ങളും കാണപ്പെടുന്നു. അതായത് ഒരു കോശത്തിലുള്ള എല്ലാ ഭാഗവും അതിൻ്റെ മർമ്മവും അതിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹവർ, എന്നിരുന്നാലും അൺലൈക്ക് അതർ സെൽസ്, മറ്റുള്ള സെല്ലുകളെ പോലെ ദേ കണ്ടെയ്ൻ മോർ മൈക്രോ ഫിലമെൻറ്റ്സ് മെയ്ഡ് ഓഫ് പ്രോട്ടീൻസ്. അവ മറ്റുള്ളവയെ പോലെ അല്ലാതെ കൂടുതലായിട്ട് മൈക്രോ ഫിലമെൻറ്റ്സ് മെയ്ഡ് ഓഫ് പ്രോട്ടീൻസ്, അതായത് അവയ്ക്കകത്ത് എന്താണ്? മൈക്രോ ഫിലമെൻറ്റുകൾ, അതിസൂക്ഷ്മങ്ങളായ പ്രോട്ടീൻ തന്തുക്കൾ ഇവയിൽ കൂടുതലുണ്ട്. ഓക്കെ, എന്താണ് മൈക്രോ? എന്താ പറയുന്നത്? മൈക്രോ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫൈബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിസൂക്ഷ്മമായ പ്രോട്ടീൻ തന്തുക്കൾ എന്തിലുണ്ട്? ഈ പറയുന്ന കലകളിലുണ്ട്. അവ ഏതെല്ലാമാണ്? ദേ മെയ്ഡ് ഓഫ് പ്രോട്ടീൻ സച്ച് ആസ് ആക്റ്റിൻ ആൻഡ് മൈസിൻ. അവ എന്തുകൊണ്ടെല്ലാമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ആക്റ്റിൻ കൊണ്ടും മൈസിൻ കൊണ്ടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതിസൂക്ഷ്മമായ പ്രോട്ടീൻ തന്തുക്കളാൽ സമൃദ്ധമാണ് മസിൽ ടിഷ്യൂ അല്ലെങ്കിൽ പേശി കലകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ സപ്പോസ് നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് പറയുന്നു. ബൈ ദ ആക്ഷൻ ഓഫ് ദീസ് ഫിലമെൻറ്റ്സ്, ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കൊണ്ട്, ഫിലമെൻറ്റ്സിൻ്റെ പ്രവർത്തികൾ കൊണ്ട് മസിൽസ് കോൺട്രാക്ട് ആൻഡ് റിലാക്സ്. ദിസ് എനേബിൾസ് ദ ബോഡി മൂവ്മെൻറ്റ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. എന്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്? ഈ പേശി തന്തുക്കളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്താണ് സഹായിക്കുന്നത്? ഈ മസിലുകളുടെ സങ്കോചവും കൂടുതൽ പൂർവ്വസ്ഥിതി പ്രാപിക്കലും സാധിക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ദിസ് ആക്റ്റിൻ ആൻഡ് മയോസിനും ആക്റ്റിൻ്റെയും പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ നമ്മളുടെ പേശി തന്തുക്കൾ കോൺട്രാക്റ്റ് ചെയ്യുകയും പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കുകയും ചെയ്യുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്താ നോക്ക്? പ്രോട്ടീൻ ഫിലമെൻറ്റ്സ്, അതായത് ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. അതിനകത്ത് 2 പ്രോട്ടീൻ ഫിലമെൻറ്റ്സ് ആണ്, പേശി തന്തുക്കളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ആക്റ്റിനും 2 മൈസിനും. ഇവയുടെ ചിത്രം നിങ്ങൾ കാണുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മസിൽ ടിഷ്യൂസ്. എന്തെല്ലാമാണ് മസിൽ ടിഷ്യൂസിൻ്റെ ക്യാരക്ടർ എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തെല്ലാമാണ് ക്യാരക്ടർ ഓഫ് മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പഠിക്കുവാനായിട്ട് പോകുന്നതായിരിക്കും. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.